നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ രാത്രിയായാലും കുറച്ച് കഴിയുമ്പോ രാവിലെ ആവുമായിരിക്കും. പേടിക്കാതെ പോവാം. ഞാൻ പോവാട്ടോ. ഇനി നമ്മൾ കാണത്തില്ല. ടാറ്റാ. നീ വിഷമിക്കണ്ട കേട്ടോ വീട്. ബൈ ബൈ. ഇനി എന്റെ പപ്പിമോളുടെ കണ്ണിലോ മനസ്സിലോ സങ്കട കണ്ണീര് പാടില്ല. കാലം എത്രയായി ഈ അപവാദം കേട്ട് ജീവിക്കുന്നു. എന്റെ പൊന്നുമോളുടെ ഞരമ്പിലൂടെ ഒഴുകുന്നത് കലർപ്പില്ലാത്ത രക്തമാ. ഈ കുടുംബത്തിലെ അതേ രക്തം. അക്കാര്യത്തിൽ ആർക്കാ ഭാമ ഇത്ര സംശയം? എന്തായാലും എനിക്കില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ? എന്റെ അച്ഛൻ ഇവിടെ ആർക്കും ഇല്ലായിരുന്നു. പുറമേ നിന്ന് ചെളിവാരി എറിയുന്ന മനുഷ്യർക്ക് എന്താ പറയാൻ പറ്റത്? അത് തന്നെയാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നേര് നെറിയില്ലാത്ത മനുഷ്യർക്ക് ഒരു അപവാദം വിളിച്ചു പറയാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? രണ്ടോ നാലോ ചീഞ്ഞെളിഞ്ഞ വാക്കുകളുടെയും നീചമായൊരു മനസ്സിന്റെയും സഹായം മാത്രം മതി. ആരോപിതരായ നിരപരാധികൾക്കാണല്ലോ പിന്നീട് സത്യം എന്താണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം. പെണ്ണായി പോയവള്, അതുകൊണ്ട് മാത്രമാ ഞാനൊന്നും ചെയ്യാതിരുന്നത്. ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ആസത്തിന്. കുഞ്ഞല്ലേ, അവൾക്കിതിന്റെയൊക്കെ അകമ്പുകൾ അറിയാമോ എന്ന് സംശയിക്കുന്നവര് കാണും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം. അവർക്ക് നേരെ നീട്ടുന്ന ചെറിയൊരു അനീതി പോലും തിരിച്ചറിയാം. വേദനിക്കും. ഇവിടെയും അതൊക്കെ തന്നെയാ സംഭവിച്ചതേ. എന്താടി? എന്താ പറയാം. പാച്ചു, പപ്പിമോള് പോവാട്ടോ. ഇനി കാണില്ല നിന്നെ. ഉമ്മ സത്യയുടെ വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ നിക്കണ്ട. പക്ഷേ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് പോവാൻ പറ്റൂ. അതുവരെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഇവിടെ ഇപ്പൊ ഒന്ന് വിളിക്കോ? ആ, അവിടെ വിളിക്കാം. പാച്ചുവിനെ എവിടെ വെച്ചിട്ട് അവൾ അവിടെ പോയി? പപ്പി
പപ്പി. ഓ, വല്യച്ഛന്റെ റൂമിലായിരിക്കും. എപ്പോഴാണാവോ വരിക? ആരാ ഈ അലമാര തുറന്നിട്ട്? ഞാൻ മുറിയിലില്ലെന്നറിഞ്ഞ അമ്മ അന്വേഷിക്കുമല്ലോ. ആ, വല്യച്ഛന്റെ മുറിയിലാണെന്ന് വിചാരിച്ചോളൂ. സോറി അമ്മ, ഞാൻ പോയ അമ്മയ്ക്ക് വലിയ സങ്കടമാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പോവാ. ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്നും എല്ലാവരും അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ കാരണം എൻ്റെ അമ്മ വിഷമിക്കേണ്ട. അച്ഛനോടും അമ്മയോടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, സ്നേഹം. എന്നാലും ഞാൻ പോവാ. ഈശ്വര, ആപത്തൊന്നും വരുത്തില്ലേ. ഈ കഥ ഇപ്പൊ എങ്ങനെയാന്ന് തുറക്ക? ഇപ്പൊ രാത്രിയായാലും കുറച്ച് കഴിയുമ്പോ രാവിലെ ആവുമായിരിക്കും. പേടിക്കാതെ പോവാം. ഞാൻ പോവാട്ടോ. ഇനി നമ്മൾ കാണത്തില്ല. ടാറ്റാ. നീ വിഷമിക്കണ്ട കേട്ടോ വീട്. ബൈ ബൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.